ഹായ് വെൽക്കം ടു അവർ ചാനൽ BK808 ക്രിക്കറ്റ് ഫിഗർ. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ IPL പ്ലേ ഓഫ്സിൽ ഏതൊക്കെ ടീംസ് സെലക്ട് ആയി എന്നുള്ളതാണ്. ഇപ്പോൾ റാങ്ക് നമ്പർ 1, 2, 3, 4 എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഇപ്പം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, രാജസ്ഥാൻ റോയൽസ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, ഈ 4 ടീംസാണ് പ്ലേ ഓഫിൽ സെലക്ട് ആയിട്ടുള്ളത്. ലാസ്റ്റ് കണ്ട കളികളെല്ലാം വളരെ ഇതായിരുന്നു. പിന്നെ രാജസ്ഥാൻ റോയൽസിന് ഫൈനൽ മാച്ച് കളിക്കാൻ സാധിച്ചില്ല, KKR ആയിരുന്നു. പക്ഷെ അതിന് കളിക്കാൻ സാധിച്ചില്ല, മഴ കാരണം തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ റോയൽ ചലഞ്ച് ബാംഗ്ലൂർ വളരെ ശക്തമായാണ് കളിച്ച് പോരാടിയാണ് അവർ പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പിച്ചത്. അതോടെ ചെന്നൈ പുറത്തു പോവുകയും ചെയ്തു. സോ നമ്മുടെ ഒരു പോയിന്റ് നിലവാരങ്ങൾ നോക്കുകയാണെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 20 പോയിന്റ്സ് ഉണ്ട്, അവരാണ് ഫസ്റ്റ് പൊസിഷനിലുള്ളത്. സൺറൈസേഴ്സ് ഹൈദരാബാദ് 17 പോയിന്റ്സോടെ സെക്കൻഡ് പൊസിഷനിലും. എന്നാൽ രാജസ്ഥാൻ കഴിഞ്ഞ മത്സരങ്ങളെല്ലാം പരാജയപ്പെടുകയും അതുപോലെ തന്നെ ലാസ്റ്റ് മത്സരം ടൈ ആവുകയും കൂടെ ചെയ്തപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ സെയിം പോയിന്റ് 17 ആണ്. പക്ഷേ റൺ റേറ്റ് അവർക്ക് രാജസ്ഥാനാണ് കുറവ്, അതുകൊണ്ട് തന്നെ തേർഡ് പൊസിഷനിലും. റോയൽ ചലഞ്ച് ബാംഗ്ലൂർ 14 പോയിന്റ്സ് ഉണ്ട്, അവരാണ് ഹയസ്റ്റ് റൺ റേറ്റ് ഉള്ളത്, അതുകൊണ്ട് തന്നെ അവർ ഫോർത്ത് പൊസിഷനിലും എത്തി. എന്നാൽ 14 പോയിന്റോടെ തന്നെ ചെന്നൈ, ഡൽഹി, ലക്നോ ഒക്കെ ഉണ്ട്. ലക്നോയ്ക്കും ഡൽഹിക്കും മൈനസ് പോയിന്റ്സ് ആണ് റൺ റേറ്റ് വരുന്നത്. സോ അവരെന്തായാലും പ്ലേ ഓഫിൽ കയറത്തില്ലായിരുന്നു. എന്നിരുന്നാലും ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഒരു 18 റൺസിന് മിനിമം ജയിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ബാംഗ്ലൂർ ജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് പ്ലേ ഓഫിൽ എത്തുള്ളായിരുന്നു. ലാസ്റ്റ് വളരെ നിർണായകമായ ഒരു ഓവറിൽ ബാംഗ്ലൂർ വിജയം നേടുകയാണ് ഉണ്ടായത്. അതുപോലെ പിന്നെ വരുന്ന ടീംസ് എന്ന് പറയുന്നത് ഗുജറാത്ത് ടൈറ്റൻസ്, പഞ്ചാബ്, മുംബൈ. ഇവർക്ക് ഏകദേശം ആദ്യമേ പുറത്തായ ടീംസ് തന്നെയായിരുന്നു. സോ ഇവർ 4 പേരുമാണ് ക്വാളിഫൈ ആയിട്ടുള്ളത്. ഇനി നമ്മൾ പ്ലേ ഓഫ് മാച്ചസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മാച്ച് വരുന്നത് KKRഉം സൺറൈസേഴ്സ് ഹൈദരാബാദുമാണ്. സോ കൊൽക്കത്തയും ഹൈദരാബാദും തമ്മിലുള്ള ഒരു 2 മികച്ച ടീമുകൾ തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് ക്വാളിഫയേഴ്സ് ഫസ്റ്റ് മാച്ച് വരുന്നത് തന്നെ. അത് നടക്കുന്നത് 21/5/2024 സോ ചൊവ്വാഴ്ചയാണ് മാച്ച്. അതിൽ വിജയിക്കുന്ന പ്ലെയർ ഫൈനലിലേക്ക് ഡയറക്റ്റ് സെലക്ട് ആവുകയാണ് ചെയ്യുന്നത്. എന്നാൽ തോക്കുന്ന പ്ലെയറിന് സെക്കൻഡ് ക്വാളിഫയറിലോട്ട് ഡയറക്റ്റ് പോവുകയും ചെയ്യും. ഓക്കെ, സോ ഈ ഫസ്റ്റും സെക്കൻഡും ഉള്ളവർക്ക് ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് ഫൈനലിലോട്ട് വരാനായിട്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ സെക്കൻഡ് ക്വാളിഫയർ നടക്കുന്നത്, എലിമിനേറ്റർ റൗണ്ട് നടക്കുന്നത് രാജസ്ഥാൻ റോയൽസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും കൂടെയാണ്. RRഉം RCBയും കൂടെയാണ്. അത് 22 ആണ് നടക്കുന്നത്. അത് നോക്കുകയാണെങ്കിൽ ആരാണോ ജയിക്കുന്നത്, ആ മാച്ചിൽ ജയിക്കുന്ന ആൾ ക്വാളിഫയർ 2 പോകും. ആ ഫസ്റ്റ് ക്വാളിഫയറിൽ നിന്ന് പരാജയപ്പെട്ട ആളും സെക്കൻഡ് ക്വാളിഫയറിൽ എലിമിനേറ്റർ റൗണ്ടിൽ ജയിച്ച ആളും കൂടെയാണ് ക്വാളിഫയർ 2 കളിക്കുക. അവർ രണ്ടുപേരും ആ മാച്ച് നടക്കുന്നത് 24/5 ആ മാച്ച് ആണ്, 24th മെയിലാണ് മാച്ച് നടക്കുന്നത്. ഇതിൽ നിന്ന് ജയിച്ച ആൾ, ക്വാളിഫയർ 2 നിന്ന് ജയിച്ച ആൾ ഡയറക്റ്റ് ഫൈനലിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. സോ ഫൈനലിൽ ഫസ്റ്റ് ക്വാളിഫയറിലുള്ള ആളും സെക്കൻഡ് ക്വാളിഫയറുള്ള ആളും കൂടെയാണ് ഫൈനലിൽ ഏറ്റുമുട്ടുക. മാച്ച് നടക്കുന്നത് 26/5/2024 സോ നമുക്ക് കാത്തിരുന്ന് കാണാം ആരാണ് ഇത്തവണ IPL 2024 നമ്മുടെ ട്രോഫി സ്വന്തമാക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ആരാണ് ഈ മാച്ച് ട്രോഫി സ്വന്തമാക്കുന്നത് തോന്നുന്നത്? നിങ്ങളുടെ ടീമിന്റെ പേര് അല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത ടീമിന്റെ പേര് ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ആൻഡ് സ്റ്റേ ട്യൂൺഡ് വിത്ത് us for more videos.